ഇറാൻ ഇസ്രയേൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ ഇറാന്റെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് US അഴിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ കുഴി ബോംബ് സ്ഥാപിക്കുന്ന കപ്പലുകൾ US ആകട്ടെ നശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് തെളിയിക്കുന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലും ഗൾഫിലും സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഖനികൾ സ്ഥാപിക്കുന്ന 44 ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക നശിപ്പിച്ചതായും അതുവഴി കടലിടുക്കിൽ ഖനനം ചെയ്യാനുള്ള ഇറാന്റെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തിയതായി തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ US സെൻട്രൽ കോ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നത് അടിവരയിട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഖനി സംഭരണ സൗകര്യങ്ങളുടെ നാവിക വെടിമരുന്ന് ഡിപ്പോകളും അതെല്ലാം തന്നെ വേട്ടയാടുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. 120-ലധികം കപ്പലുകളും 44 മൈൽ മറ്റ് കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം തന്നെ ഞങ്ങൾ അവിടെ നശിപ്പിച്ചതായി തന്നെ ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകളെ വേട്ടയാടുവാനും കൊല്ലുവാനും അതിനായി തന്നെ അവർ IH-64 അപ്പാച്ചകൾക്കൊപ്പം തന്നെ A-10 വാർത്തൂഗും വിന്യസിപ്പിച്ചതായി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം US ഇസ്രയേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയത് 100ഓളം എണ്ണ കപ്പലുകളാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹോർമുസ് കടലിലൂടെയുള്ള എണ്ണ ടാങ്ക് ഗതാഗതം 95% കുറഞ്ഞത്. സംഘർഷത്തിൽ മുൾമുലയിൽ നിൽക്കുന്ന ഹോർമുസിലൂടെ കടന്നുപോകാൻ കപ്പലുകൾക്കായോ എന്നതും ഒരു ചോദ്യചിഹ്നമായി മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനിൽ USഉം ഇസ്രയേലും ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു ദിവസം ഏകദേശം 138 എണ്ണ കപ്പലുകൾ കടന്നുപോയതായി തന്നെയാണ് ഇപ്പോൾ ചില വാർത്താ ഏജൻസികളടക്കം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ഈ കപ്പലുകൾ വഹിച്ചിരിക്കുന്നതും. യുദ്ധം ആരംഭിച്ച ശേഷം മാർച്ചിൽ ഇതുവരെ കടന്നുപോയത് 99 കപ്പലുകൾ മാത്രമാണ്. അതായത് ഒരു ദിവസം കടന്നു പോകുന്നത് ശരാശരി 5-6 കപ്പലുകൾ മാത്രമാണ്. ഇത്രയും വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഈ കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകുന്ന കപ്പലുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളാണ് ഇങ്ങനെ കടന്നു പോകുന്നതും. ഇറാനിയൻ എണ്ണ കപ്പലുകളുമായി അല്ലെങ്കിൽ എണ്ണ വ്യാപാരവുമായി ബന്ധമുള്ളതിൻ്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തുകയും അതുപോലെ കപ്പലുകളും വലിയ രീതിയിൽ അവരുടെ പതാകകൾ വഹിക്കുന്ന 14 കപ്പലുകളാണ് ഇവിടെ കടന്നുപോകാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 9 കപ്പലുകൾ ചൈനയുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. 6 കപ്പലുകൾ ഇന്ത്യയിലേക്കുള്ളതുമാണ്. ഗ്രീക്ക് കമ്പനികളുടേതടക്കം നിരവധി കപ്പലുകൾ ഇറാനിയൻ തുറമുഖത്ത് ഡോക്ക് ചെയ്ത് കിടക്കുകയാണ് എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.